തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്നത് എന്താണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള കാര്യമാണ്. കുടുംബം പണിയുന്നത് സ്നേഹം എന്ന അടിസ്ഥാനത്തിലാണ്. സ്നേഹം എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ 4 പദങ്ങളുണ്ട്. എല്ലാം സ്നേഹമാണ്, പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണമായി, ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഒരു പുരുഷനും സ്ത്രീയും സ്നേഹിക്കുന്നതിന് ഈറോസ് എന്ന് പറയും. ഈ സ്നേഹം മൃഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. 2 സ്നേഹിതന്മാർ തമ്മിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം ഫീലിയ ആണ്. ദൈവിക സ്നേഹത്തിന് അഗപ്പെ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. സ്വാർത്ഥതയില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത, നിരുപാധികമായ സ്നേഹം. ദൈവം തൻ്റെ ഏകജാതനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചതാണ്. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ഈ ത്യാഗനിർഭരമായ സ്നേഹത്തിനാണ് അഗപ്പെ എന്ന പദം ഉപയോഗിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹം അഗപ്പയാണ്. ഇന്ന് പലയിടത്തും കാണുന്ന ഈറോസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് കലഹത്തിലേക്കും വേർപിരിയലിലേക്കും എത്തിപ്പെടുന്നത്. അഗപ്പെ എന്ന ദൈവിക സ്നേഹത്തിൻ്റെ ആഴം എത്രയധികമുണ്ട് എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. സ്നേഹത്തെപ്പറ്റി വിവരിക്കുന്ന ഈ അധ്യായത്തിന് 13 വാക്യങ്ങളേ ഉള്ളൂ. ഭാര്യാഭർത്താക്കന്മാർ ഈ സ്നേഹഗീതകം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഇപ്രകാരമുള്ള കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുവാൻ സാധ്യതയില്ല. നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിക്കുന്നതിൽ കൂടി വലിയൊരു ക്രൈസ്തവ സാക്ഷ്യമാണ് ഭൂമിയിൽ നാം പൂർണ്ണമാക്കുന്നത്. നമ്മുടെ സുപ്രസിദ്ധ ആംഗലേയ കവിയായിരിക്കുന്ന മാത്യു ആർണൾഡ് ഡോവർ ബീച്ച് എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇന്നത്തെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന തകർച്ചയെക്കുറിച്ച് എഴുതി. വിവാഹം കഴിഞ്ഞ് ഭാര്യയോടൊപ്പം ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഡോവർ ബീച്ച് എന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ നിലാവുള്ള രാത്രി ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി കടൽക്കരയിലെ മനോഹര ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അങ്ങ് ദൂരെ കേൾക്കുന്ന ശബ്ദം തിരമാലകൾ കല്ലിലടിക്കുമ്പോൾ ഉള്ളതല്ലേ? അല്ല, അത് അന്യോന്യം സ്നേഹം നഷ്ടപ്പെട്ടുപോയ മനുഷ്യൻ്റെ കരച്ചിലിൻ്റെ ശബ്ദമാണ്. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ലവ് ലെറ്റ് us be true to one another. പ്രിയേ, നമുക്ക് അന്യോന്യം വിശ്വസ്തരായിരിക്കാം. പിന്നീട് അദ്ദേഹം ആധുനിക ലോകത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നു. ആധുനിക മനുഷ്യൻ ശത്രു ആരാണ്, മിത്രം ആരാണ് എന്ന് തിരിച്ചറിയാതെ കൂരിരുട്ടിൽ അന്യോന്യം യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരെ പോലെയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്നത് ഇതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും വിശ്വാസവും നിലനിർത്തി കുടുംബ ബന്ധങ്ങളെ ശ്രേഷ്ഠമാക്കി മുന്നേറാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.